ന്യായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചത്. ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യേശുക്രിസ്തു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്. 28 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. അന്ന് പറഞ്ഞു, സകലത്തെയും അവൻ ദൈവത്തിൽ ഏൽപ്പിക്കുന്നു, സകലതും കീഴാക്കി കൊടുത്തവൻ എന്നിട്ട് കീഴ്പ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം തരുന്നതാണ്. ഇനി അടുത്ത 29 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊരു ചേഞ്ച് ഇവിടെ കാണുന്നുണ്ട്. പെട്ടെന്നൊരു ചേഞ്ച് കാണുന്നു എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചില ചിന്തകളാണ് ഇവിടെ വരുന്നത്. ഇത് ചില ആളുകൾ ഇതെടുത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ചില സഭകളിലെ ഈ വിശുദ്ധീകരണവും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ ഉള്ളവർക്ക് ഇതെടുത്തു വെച്ചിട്ട് മരിച്ചവർക്ക് വേണ്ടി ഇവിടെ പൗലോസ് മരിച്ചവർക്ക് വേണ്ടി സ്നാനം നടത്തി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതൊക്കെ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളാണ്. അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്, നമുക്കൊന്ന് വായിക്കാം. ആ ഭാഗം വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയാം. 29 വാക്യത്തിൽ 1 കൊരിന്ത്യർ 15:29, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഞങ്ങൾ നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവെങ്കിൽ എനിക്ക് നിങ്ങളുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു വേറും മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്തിൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ. പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. 34 വാക്യം വരെ വായിച്ചു. ഇവിടെ പെട്ടെന്ന് ഒരു സ്വരമാറ്റം ഇവിടെ കാണാം. ഒരു പുതിയ വിഷയം വരികയാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ വീണ്ടും ഒരു യുക്തിയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം, ഇതാണ് വിഷയം. ഇത് ഒരു കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് ഒരുപാട് കമൻട്രീസ് ഞാൻ ഇത് നോക്കിയപ്പോഴുണ്ട്. ഇതിനകത്ത് എന്ത് വിശ്വസിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയുള്ള കമൻട്രീസും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയാം. ഗ്രീക്കുകാരുടെ ഇടയിൽ ഈ സ്നാനപ്പെടുന്നവർ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയോടെ സ്നാനപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. കോരിന്ത്യർക്ക് പരിചിതവും എന്നാൽ നമുക്ക് അജ്ഞാതവുമായ പുനരുത്ഥാന വിശ്വാസമില്ലാത്ത ഒരു രീതിയായിരുന്നു അത്. എന്നാൽ അപ്പോസ്തലിക കാലത്ത് അങ്ങനെയൊന്നും നിലവിലുണ്ടായിരുന്നതായിട്ട് അതിനുള്ള പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. എന്നാൽ പിന്നീട് AD 220 ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ മരിച്ചവർക്ക് വേണ്ടി എന്തിനാണ് സ്നാനമേൽക്കുന്നത്? അതാണ് പൗലോസ് ചോദിക്കുന്നത്. കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തിനാണ് സ്നാനമേൽക്കുന്നത്? സ്നാനമേൽക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെങ്കിൽ സ്നാനകർമ്മം വിശ്വാസികൾക്ക് ഉയർത്തുന്നേറ്റ ക്രിസ്തുവിനോടുള്ള ഐക്യത്തെ കാണിക്കുന്നതിന് പകരം ക്രിസ്തുവിനോ വിശ്വാസികൾക്കോ അർത്ഥമില്ലാത്ത ഒരു കാര്യമായി തീരും. ഇതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ സ്നാനപ്പെടാതെ മരിച്ചുപോയവർ ജീവനോടിരിക്കുന്നവർ, അങ്ങനൊരു ചിന്തയുണ്ട്. സ്നാനപ്പെടാതെ മരിച്ചുപോയ ആൾക്കാരുണ്ട്. അതിന് ജീവനോടിരിക്കുന്നവർക്ക് പകരമായി സ്നാനപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ട്. അതിനും പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. എന്നാൽ ഇവിടെ സ്വീകാര്യമായിട്ടുള്ള 2 അഭിപ്രായങ്ങൾ ഈ തരുണത്തിൽ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കാം. സ്വീകാര്യമായിട്ടുള്ള 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇവർ മരിച്ചവർക്ക് വേണ്ടി എന്ന പദം മരിച്ചവരെന്ന നിലയിൽ
അല്ലെങ്കിൽ മരിച്ചവർ എന്നതിനാൽ എന്ന് തർജ്ജമ ചെയ്താൽ റോമർ 6:4 പറയുന്ന അനുസരിച്ച് സ്നാനം എന്ന് പറയുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക, അതിൻ്റെ പുനരുത്ഥാനത്തെ കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. മരിക്കുമ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ നിമഗ്നനായി ഉയരുകയാണല്ലോ. അതുകൊണ്ട് ഈ മരിച്ചവർക്കാണ് വെള്ളത്തിൽ മുങ്ങേണ്ടത് അല്ലേ. അതിൽ അങ്ങനെയുള്ളൊരു മരണം എന്ന് വെച്ചാൽ ജഡീക മരണമല്ല, ആത്മീയമായിട്ട് ജഡീക മരണമല്ല. നമ്മുടെ ജഡം എന്നാൽ ഫ്ലഷ്, ഈ നമ്മുടെ ശരീരമല്ല, നമ്മുടെ ജഡം മരിച്ച് അടക്കപ്പെട്ട്, എന്നാൽ യേശുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക, ആ ഒരു ചിന്തയായിട്ട് റോമർ 6:4 അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനം എന്ന് പറയുന്ന ആ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നു. പുനരുത്ഥാനം എന്നൊന്നില്ലെങ്കിൽ പിന്നെ മരിച്ചവർക്കെന്ന നിലയിൽ നടത്തുന്ന സ്നാനത്തിന് അർത്ഥം എന്താണെന്ന് പൗലോസ് ചോദിക്കുന്നു. പുനരുത്ഥാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയി സ്നാനപ്പെടുന്നത്? അതാണ് ചുരുക്കത്തിൽ പറയാൻ ഉള്ളത്. വേറൊരു കാര്യം, സഭയിലെ ഇത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് സ്കോഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ബൈബിൾ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സഭയിലെ കൂട്ടായ്മയിലിരിക്കുന്ന ആളുകൾ സ്നാനപ്പെടാതെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ സ്നാനപ്പെടാതെ മരിച്ചു പോയെങ്കിൽ ചിലർ ആ സമയത്ത് അവർക്ക് വേണ്ടി രക്തസാക്ഷിയായി മരിക്കാനായിട്ട് പ്രിപ്പയർഡായി സ്നാനപ്പെടുന്നു. പുനരുത്ഥാനമില്ലെങ്കിൽ മരിച്ചുപോയ വിശ്വാസികൾ സ്വീകരിച്ചിരുന്ന ഉപദേശം മൂലം സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്ന് ജീവൻ പണയപ്പെടുത്തുന്നതും ജീവിതത്തിലെ ആനുകൂല്യങ്ങൾ സ്വമേധയാ കൈവിടിയുന്നതും എന്തിനാണെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മരിച്ചുപോയ വിശ്വാസികൾ സ്വീകരിച്ചിരുന്ന ഈ ഉപദേശം മൂലം സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്ന് ജീവൻ പണയപ്പെടുത്തുന്നതും ജീവിതത്തിലെ ആനുകൂല്യങ്ങളൊക്കെ വെടിയുന്നതും എന്തിനാണ് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഡിക്ലറേഷനാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവരെ പിടിച്ചോണ്ട് പോകും. കാരണം ദൈവമാണ്, യേശുവാണ് ലോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, സീസറാണ് ലോഡെന്ന് പറയുന്നിടത്ത് യേശുവാണ് ലോഡെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ സഭയിലെ സ്നാനപ്പെട്ട് കൂട്ടായ്മയിലിരിക്കുന്ന ചില മരിച്ചുപോയ ആൾക്ക് വേണ്ടി ചെയ്യുന്ന സ്നാനമായിരുന്നു ഇതെന്ന് പറയുന്നു. ആ സമയത്ത് അതുണ്ടായിരുന്നു പറയും. എന്തായാലും അവിടെ ഒരു ഡിബേറ്റ്. പക്ഷേ ഇത് മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളൊരു ചിന്തയിൽ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെയാണ് തെറ്റായിട്ട് പഠിപ്പിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അവർ മേലോട്ട് കയറി പോകും, അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നല്ലോ എന്നൊക്കെയുള്ള പഠിപ്പിക്കൽ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മളിനിയും അടുത്ത വാക്യത്തിലേക്ക് 30, 31, 34 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിത് ചിന്തിക്കുന്നത്. അതിൽ പൗലോസ് പറയാണ്, ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നു. എന്തിനാണ് പ്രാണഭയത്തിലാകുന്നത്? ഇവിടെ പുനരുത്ഥാനം നിഷേധിക്കുന്നതിൻ്റെ വേറൊരു പരിണിത ഫലമാണ്. കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നത് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം മൂലമാണ്. ഒരു പുനരുത്ഥാനം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇതെന്തിനാണ് ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രശംസയാണ്. പൗലോസിന് അവരെക്കുറിച്ച് പ്രശംസിച്ചിരുന്നു. എനിക്ക് നിങ്ങളുള്ള പ്രശംസയാണ്. കൂട്ടുവിശ്വാസികൾ അവൻ്റെ പ്രശംസയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദിവസേന മരിക്കുന്നു, നിരന്തരം മരണവുമായി ഏറ്റുമുട്ടുന്ന പരിതസ്ഥിതിയിൽ കഴിയുന്നു എന്ന് ഇവിടെ പോൾ പറയുകയാണ്. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വേറും മാനുഷികമെന്ന് വരികിൽ എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. പൗലോസ് റോമ പൗരനായതിനാൽ ഈ സിംഹങ്ങൾക്കോ കാട്ടുമൃഗങ്ങൾക്കോ ഇട്ടുകൊടുക്കാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ പൗലോസ് കഷ്ടതയിലും അതുപോലെ ഒരുപാട് പീഡനത്തിൽ കൂടിയും ഒക്കെ കടന്നു പോയിട്ടുണ്ട്.
അതുകൊണ്ട് ഈ വലിയൊരു കോസിന് വേണ്ടി പൗലോസ് ഇങ്ങനെ ഈ സാഹസിക കൃത്യം ഒക്കെ ചെയ്യുമ്പോഴേ എന്നുവെച്ചാൽ ഒരുപാട് സുറിയ മുതൽ റോം വരെ കടലിലും കരയിലും വന്യമൃഗങ്ങളിലും ഒക്കെ പോരാടി എന്നൊക്കെ നമുക്ക് ഹിസ്റ്റോറിക്കൽ ബുക്കിലും ഒക്കെ കാണാം. അത് അങ്ങനെയുള്ള സമയത്ത് പോലും പൗലോസ് എന്തിനാണ് ഈ ഉയർക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണിത്? നാം തിന്നുക കുടിക്കുക അല്ലേ, നാളെ ചാവുമല്ലോ. ഈ അധ്യായത്തിലെ തിന്നുക കുടിക്കുക എന്ന് പറയുന്നത് എപ്പിക്യൂരുടെ ഒരു ആദർശമാണ്. അവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. പുനരുത്ഥാനമില്ലെങ്കിൽ പിന്നെ ഭോഗാസക്തരായി ഈ വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെയോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് പൗലോസിലൂടെ പറയുന്നത്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകരുത് എന്ന് പറയുന്നു. നിങ്ങൾ എപ്പിക്യൂരുടെ ഈ പ്രമാണങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്ന് ഓർപ്പിക്കുകയാണ്. സാത്താൻ വഞ്ചകനാണ്, അവൻ എപ്പോഴും മൃതന്മാരെ തെറ്റിക്കാനായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ദുർഭാഷണത്തിൽ നിങ്ങളുടെ സദാചാരം കെട്ടുപോകും, ദുഷിച്ച കൂട്ടുകെട്ടുള്ള സദാചാരം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഒരു ഗ്രീക്ക് കവിയുണ്ട്, മെനാൻഡർ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് കവി. ആ ഗ്രീക്ക് കവി മെനാൻഡറുടെ കവിയുടെ വാക്കുകളാണ് അക്കാലത്ത് ഇതൊരു പഴഞ്ചൊല്ലായി തീർന്നിരിക്കാം. നാം ഇപ്പോഴ് ഷേക്സ്പിയറിൻ്റെയോ വള്ളത്തോളിൻ്റെയൊക്കെ കവിത ഉദ്ധരിക്കുന്നത് പോലെ അന്ന് ഇത് സദാചാരം, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുമല്ലോ എന്നുള്ള ഒരു വാക്ക് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, നിദ്രയിൽ നിന്നുള്ള വാക്കല്ല, മദ്യലഹരി വിട്ട് ഉണരുവാൻ ഉള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒരിക്കലായിട്ട് ഉണരണം. കൊരിന്ത്യർ മദ്യലഹരിയിലോ സുബോധമില്ലാത്ത നിലയിലോ ആയിരിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ പറഞ്ഞ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിപ്പീൻ, തുടർച്ചയായി പാപം ചെയ്യുക എന്ന ഒരു പദപ്രയോഗം, അത് അവർ പാപം ചെയ്യാതിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അതൊരു ഉപദേശ പെശവൊന്നുമല്ല പദപ്രയോഗം. ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാതെ തങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ടുള്ളത് എന്ന് വെച്ചാൽ വെറുക്കത്തക്ക കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ടുള്ള പ്രേരണ അവർക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അവർ ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ അവർ പഴയതുപോലെ അജ്ഞാനത്തിൽ ജീവിക്കുകയാണ്, പുനരുത്ഥാനത്തെ നിഷേധിച്ച്. അത് നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. കോരിന്തിൽ പുനരുത്ഥാനം നിഷേധിച്ചവർ ജ്ഞാനികളാണെന്ന് ചിന്തിച്ചു. അതല്ല, അത് ലജ്ജയ്ക്കായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് പൗലോസ് ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് ഉള്ള അജ്ഞതയാൽ പുനരുത്ഥാനം നിഷേധിച്ച ആളുകൾ, ലജ്ജയ്ക്കുള്ളത് മാനം കാണുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു സമൂഹം ആയിരുന്നു കോരിന്ത്യയിലുള്ള ആളുകൾ. കാരണം അവർക്കെല്ലാം തന്നെ എക്സ്റ്റേണലായിട്ട് ഈ എപ്പിക്യൂരുടെയൊക്കെ സിദ്ധാന്തങ്ങളും അതുപോലെ ഗ്രീക്കിലുള്ള മിത്തോളജിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ഇവരെ കെട്ടായിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ച ഒരേ കാര്യം, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെക്കുറിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. മരിച്ചവരെ സ്നാനം എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള വ്യാഖ്യാനത്തിൽ വന്ന് നമ്മൾ അത് വേറെ രീതിയിലെടുക്കുന്നു. ഇത് അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞ മരിച്ചവരുടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സമയത്ത് സ്നാനമേൽക്കാതിരുന്നവർ, മരിച്ചു പോകുന്നവർ പകരം വേറെ ആളുകളെ സഭയിലുള്ളൊരു സ്നാനമേറ്റു. അത് വ്യർത്ഥമാണ്. പുനരുത്ഥാനമില്ലെങ്കിൽ വ്യർത്ഥമാണ്. സ്നാനത്തിൻ്റെ പ്രക്രിയ തന്നെ അങ്ങനെയുള്ള മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതുകൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ വരികയാണ്. ആ സ്നാനത്തിൽ തന്നെ അത് അടങ്ങിയിരിക്കുന്നു. അത് ചെയ്യാത്തതിനാൽ ഇതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ ക്രിസ്തുയേശുവിൽ ദിവസേന മരിക്കുകയാണ്. ദുർഭാഷണത്താൽ നിങ്ങളുടെ സദാചാരം കെട്ടുപോകുന്നു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്നു, പാപം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉണരുവീൻ എന്ന് പറഞ്ഞ് അവരെ ഉണർത്തുന്ന ഭാഗമാണെന്ന് ചിന്തിച്ചത്. ഇനി അടുത്ത എപ്പിസോഡിൽ, അടുത്ത രണ്ട് എപ്പിസോഡിൽ നമുക്കിത് തീർക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും
ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപകൾ അവരുടെ മേലെ വെസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ചിന്ത ഞങ്ങളെ ഭരിക്കട്ടെ. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഇത്രയും മനോഹരമായി കർത്താവെ പ്രതിപാദിക്കുന്ന ഒരു ലേഖനവും അതുപോലെ ഒരു അധ്യായവും ബൈബിളിലില്ലല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി പൗലോസ് അത് ദർശനത്തിലെ കണ്ട് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന അതിൻ്റെ ആ പൂർണ്ണതയിൽ അത് ഞങ്ങൾ ഉൾക്കൊള്ളുവാനും കർത്താവെ നിന്നോടൊപ്പം ഞങ്ങൾ കാണും എന്ന് ചിന്തിപ്പാനും ഞങ്ങളെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണം. ആരെങ്കിലും കർത്താവെ ഇത് കേട്ടിട്ട് യേശുവിനെ സ്വീകരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹൃദയത്തിലേക്ക് നീ ഇന്ന് രാത്രിക്കാലം കടന്നു വരികയും അവരെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. ഇത് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ നിങ്ങൾ ഫോൺ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ രാത്രി 10 മണിക്ക് ശേഷം വിളിക്കുക. ഫസ്റ്റ് സൺഡേ മീറ്റിംഗ് രാത്രി 9:30 ലൈവായിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.